ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള, ഏറെ ബഹുമാനായിട്ടുള്ള ജേക്കബ് അങ്ങാടിയത്ത് പിതാവേ, സ്നേഹമുള്ള സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ സ്ഥാപനത്തിൻ്റെ 25-ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു വർഷം ദിവ്യകാരുണ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചിന്തകളും ശുശ്രൂഷകളുമാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് വായിച്ചു കേട്ട ലേഖനം ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ മൽക്കീസദേക്കിനെ കുറിച്ച് സൂചനകൾ പറയുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടത്തിയ ഒരു പരിശ്രമം അത് മൽക്കീസദേക്കിൻ്റേതാണ്. അത്ഭുതമെന്ന് പറയട്ടെ, മൽക്കീസദേക്ക് ഒരു യഹൂദനായിരുന്നില്ല. പക്ഷെ മൽക്കീസദേക്കിലൂടെയാണ് അപ്പവും വീഞ്ഞും ബലിവസ്തുക്കളായിട്ട് തീർക്കപ്പെടാൻ കർത്താവ് വഴിയൊരുക്കിയത്. ഇന്നത്തെ ലേഖനഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ നിയോഗത്തിന് തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. പത്രോസായിരുന്നു കർത്താവിൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ. പക്ഷെ പത്രോസിനെ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല എന്ന് കർത്താവിന് ബോധ്യപ്പെട്ടതുകൊണ്ട് പത്രോസിനെ വെല്ലാൻ സൗളിനെ കർത്താവ് കുതിരപ്പുറത്തു നിന്ന് തട്ടി താഴെയിട്ടു. സഭയുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റാരിറ്റിയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട്, ഒരു അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പോയ ഒരു പള്ളിയിൽ പിന്നെ ഒരു അച്ഛൻ വരുമ്പോൾ അതെല്ലാം തകിടം മറിക്കും. ദുരുദ്ദേശത്തോടു കൂടിയൊന്നുമല്ല, പക്ഷെ പലപ്പോഴും നമ്മൾ അതിലൊരു കോൺട്രഡിക്ഷൻ കാണാനാണ് പരിശ്രമിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു കോംപ്ലിമെൻ്റാരിറ്റി ഉണ്ട്. ഈ കോംപ്ലിമെൻ്റാരിറ്റിയാണ് സഭയുടെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ പന്തക്കുസ്തായ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. പെന്തക്കോസ്റ്റ് ഇസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, ഇറ്റ് ഷാൽ ബി എ നെവർ എൻഡിങ് റിയാലിറ്റി. ഞാനും നിങ്ങളും ഒക്കെ ഈ പന്തക്കുസ്തായുടെ ഭാഗമായിട്ട് മാറേണ്ടവരാണ്. ആരും പന്തക്കുസ്തായിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. ഞാനെപ്പോഴും ഞാൻ പഠിച്ച ഒരു വിദ്യാലയത്തിൽ ഒരു അധ്യാപകൻ ഓർക്കാറുണ്ട്. അദ്ദേഹം ഒരു ഹൈന്ദവനായിരുന്നു, കണക്കിൻ്റെ ടീച്ചറായിരുന്നു. അന്ന് കാലത്തൊക്കെ കുഞ്ഞുങ്ങളെ അടിക്കുമായിരുന്നു. ഈ പട്ടിക ചോദിച്ചിട്ട് കിട്ടാണ്ട് എനിക്കൊരുപാട് അടി കൊണ്ടിട്ടൊക്കെ ഉണ്ട്. ഞാനൊരു പ്രാവശ്യം സങ്കടത്തോടുകൂടെ മാഷോട് പറഞ്ഞു, മാഷേ ഈ ഒറ്റപ്പട്ടിക വിട്ടിട്ട് 10ൻ്റെ പട്ടിക ഒന്ന് ചോദിക്കേ. മാഷനോട് പറഞ്ഞു, അത് നീ പിന്നെ പറഞ്ഞാൽ മതി,
ഞാനിത് പറയുന്നത്, ഞാൻ വൈദികനാകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആശീർവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ ചെന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ, ഞാൻ നിന്നെ തല്ലിയത് എന്തിനാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായോ? ഞാൻ തല്ലിയത് കൊണ്ടാണ് നീ നന്നായത്. അതുകൊണ്ടാണ് നീ ഇപ്പം അച്ഛനാകാൻ പോകുന്നത്. എന്നെ മറന്നേക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ. ഞാൻ അടിയാണ് ആദ്യം ഓർക്കുക, അതിനുശേഷമാണ് മാഷ് ചേർത്ത് പിടിച്ചത് ഓർക്കുന്നത്. ഇന്നത്തെ ലേഖനഭാഗത്ത് കർത്താവ് നമ്മളോട് പറയുന്നത് വളരെ സത്യമാണ്. മൽക്കീസദേക്ക് ഒരു വിജാതിയൻ, പക്ഷെ മൽക്കീസദേക്കാണ് പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ അടയാളത്തിലെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ബലിയർപ്പിച്ചത്. ഇന്നത്തെ സുവിശേഷവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കർത്താവ് ശിഷ്യന്മാരോട് നടത്തിയ അന്ത്യപ്രഭാഷണത്തിൽ നിന്നാണ് ഇന്നത്തെ സുവിശേഷം എടുത്തിരിക്കുന്നത്. ഞാൻ പോകുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവരെല്ലാവരും അസ്വസ്ഥരായപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ സഹായകൻ നിങ്ങൾക്ക് കൂട്ടിന് വരും. കർത്താവിൻ്റെ ഉത്ഥാന തിരുനാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയുടെ മൂലക്കൽ അവിടെയാണ്. പക്ഷെ ആ മൂലക്കല്ലിലെ മുള പൊട്ടുന്നത് പന്തക്കുസ്ത പെരുന്നാളിലാണ്. കതകടച്ച് യഹൂദന്മാരെ മൂലം ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരെ പന്തക്കുസ്ത സ്വീകരിച്ച ശേഷം കതക് തുറന്ന് ചങ്കൂറ്റത്തോടുകൂടെ പുറത്തു വന്നു. ഇവരെ കാണാതായപ്പോൾ യഹൂദർ വിചാരിച്ചത് മരിച്ചതോടുകൂടെ എല്ലാം അവസാനിച്ചു എന്നാണ്. പക്ഷെ മരിച്ചപ്പോൾ ഒന്നും അവസാനിച്ചില്ല, തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പന്തക്കുസ്തായിലെ പത്രോസ് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപിൽ പ്രതിസന്ധികൾ ധാരാളമുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം തന്നെ പന്തക്കുസ്തായിലേക്കുള്ള ഒരുക്കത്തിൻ്റെ അവസരങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പന്തക്കുസ്ത നമ്മിലൂടെ നമ്മുടെ ചുറ്റുപാടും വ്യാപരിക്കാൻ ഇടയാകട്ടെ. കർത്താവ് കണ്ടുമുട്ടിയ ഏറ്റവും വലിയ പാപിയായ സ്ത്രീയായിരുന്നു മഗ്ദലന മറിയം. മഗ്ദലന മറിയം കർത്താവിൻ്റെ പീഡാനുഭവത്തിന് ഒരുക്കമായിട്ട് ബെഥാനിയയിലെ വീട്ടിലെ അത്താഴ വിരുന്നിൻ്റെ സമയത്ത് സുഗന്ധദ്രവ്യത്തിൻ്റെ ഒരു കൽഭരണി പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ഒഴിച്ചു. ചിലരൊക്കെ ചോദിച്ച് എന്തിനാണ് ഈ വ്യർത്ഥമായിട്ട് ഈ സുഗന്ധ കുപ്പി പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ഒഴിച്ചത്? പക്ഷെ അവിടെ ഒരു വചനമുണ്ട്, അതാ ഭവനം മുഴുവൻ സുഗന്ധപൂരിതമാക്കി. പൊട്ടിച്ചൊഴിക്കുന്ന കർത്താവിൻ്റെ സുഗന്ധത്തിൻ്റെ കൽഭരണികളാണ് ഓരോ ക്രൈസ്തവനും. ഈ പന്തക്കുസ്ത നമുക്ക് നൽകേണ്ട ഏറ്റവും വലിയ ചങ്കൂറ്റമെന്ന് പറയുന്നത് പൊട്ടിച്ചൊഴിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനുള്ള സന്ദർഭമാണ്. മാക്സിമിലിയൻ കോൾബയെക്കുറിച്ച് നിങ്ങൾ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. ധീരതയോടുകൂടെ അദ്ദേഹം മരണത്തിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന പട്ടാളക്കാരെ അദ്ദേഹത്തോട് ചോദിക്കുന്നു, പേടിയില്ലേ എന്ന്. അദ്ദേഹം സന്തോഷത്തോടുകൂടെ മന്ദസ്മിതത്തോടുകൂടെ പറഞ്ഞു, എൻ്റെ സുഗന്ധക്കുപ്പി പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽപാദങ്ങൾ ഒഴിക്കാൻ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ
ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും, നമ്മുടെ മുൻപിലുള്ള എല്ലാ പ്രയാസങ്ങളും അതൊന്നിൻ്റെ അവസാനമല്ല, അത് പന്തക്കുസ്തായിലേക്കുള്ള മുന്നൊരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബജീവിതത്തിലെ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഇവിടെ വന്ന് കാശുണ്ടായാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ്. ഇന്ന് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്, പക്ഷെ നിങ്ങളുടെ ഒരു പ്രശ്നവും തീർന്നിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ കുടുംബജീവിതങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷെ ഭയപ്പെടരുത്, അത് പന്തക്കുസ്തായിലേക്കുള്ള കർത്താവിൻ്റെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായിട്ട് നമുക്ക് കാണാം. മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും ദൈവത്തിൻ്റെ മഹത്വത്തിന് കൊടുത്തത് ഇന്നൊരു പ്രതീകമായിട്ട് പറയുന്നു. ഞാനും നിങ്ങളും മൽക്കീസദേക്കിനെ പോലെ കർത്താവിൽ നമ്മുടെ കണ്ണുനീരും കഷ്ടപ്പാടുകളും അപ്പവും വീഞ്ഞുമായിട്ട് സമർപ്പിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നത് ഇന്നത്തെ സുവിശേഷം പറഞ്ഞത് സത്യമായിട്ടാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ സഹായകൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. പരിശുദ്ധ അമ്മ സ്വീകരിച്ച പന്തക്കുസ്തയാണ് മംഗളവാർത്ത സ്വീകരിച്ച അമ്മ പിന്നെ പറയുന്ന വാക്കുകൾക്കൊക്കെ അർത്ഥമുള്ളതാണ്. ഇൻ ഹേസ്റ്റ് ത്രൂ ദ ഹില്ലി റീജിയൻസ് റിമെയിൻഡ് വിത്ത് എലിസബത്ത് അണ്ടിൽ ദ ബർത്ത് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഇത്ര മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇൻ ഹേസ്റ്റ്, traveled through the hilly regions and remained with Elizabeth until the birth of John the Baptist. Amen.